മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമ നീലക്കുയിൽ നാടകമാകുന്നു. ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി.കെ. പരീക്കുട്ടി നിർമ്മിച്ച നീലക്കുയിൽ സിനിമയുടെ 70-ാം വാർഷികത്തിലാണ് നാടകം ആകുന്നത്. മൺമറഞ്ഞുപോയ കലാകാരന്മാരെ സ്മരിച്ചുകൊണ്ട് R.S. മധുവിന്റെ രചനയിൽ ചലച്ചിത്ര സംവിധായകൻ C.V. പ്രേംകുമാറാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. ഈ മാസം 29-ന് ടാഗോർ തിയേറ്ററിലാണ് നാടകത്തിന്റെ ആദ്യ അവതരണം. നീലക്കുയിൽ എന്ന സിനിമ മലയാളിക്ക് നൽകിയത് ടി.കെ. പരീക്കുട്ടിയാണ്. ഭാസ്കരൻ മാഷും രാമുക്കാരിയിട്ടും ഇദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യം, മലയാളിയുടെ കഥ, മലയാളിയുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന നല്ലൊരു മലയാളിത്തമുള്ളൊരു കഥയുമായി വരൂ, ഞാൻ സിനിമ നിർമ്മിക്കാം. മലയാളിക്ക് അഭിമാനിക്കുന്ന തരത്തിലുള്ള ഒരു മേൽവിലാസം ഉണ്ടാക്കിയ നീലക്കുയിൽ നാടകമായി ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളിൽ എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഗൗരവവും ഒരു ഭയപ്പാടും അത്രമാത്രം ആത്മാർത്ഥതയുമുണ്ട്. നാടകം നല്ല രീതിയിൽ അവതരിപ്പിക്കണമെന്ന് ആ ആത്മാർത്ഥതയോടു കൂടിയുള്ള ഒരു ടീമാണിപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ മാസം 29-ാം തീയതി ടാഗോർ തിയേറ്ററിൽ ഈ നാടകം അരങ്ങേറുകയാണ്. 54 കാലഘട്ടങ്ങളിൽ കാലിക പ്രസക്തിയുള്ള അന്നത്തെ ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായി വിരൽ ചൂണ്ടിയ ഒരു നല്ല പ്രമേയമാണ് ഈ നാടകത്തിൻ്റെ സത്ത. ഞാനിതിനകത്ത് അവതരിപ്പിക്കുന്നത് ഒരു കാരണവരാണ്. ഈ കാരണവർ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി നിഷേധിയായ ഒരു മകനും സ്വന്തം സഹോദരിയുടെ മകളുമായുള്ള താമരമുറ്റം എന്ന തറവാട്ടിലാണ് കഴിയുന്നത്. ഇതിൽ അഭിനയിക്കുന്ന എല്ലാ നടീനടന്മാരും അവരുടെ കഥാപാത്രങ്ങൾ ഭംഗിയായി ഉൾക്കൊണ്ടുകൊണ്ട് ഏതാണ്ട് നാടകം ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വൈദ്യര് തരുന്ന മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ആ വലിയ വൈദ്യം വരാറായി. ഇനി ആ വൈദ്യന്റെ മരുന്ന് മതി. എല്ലാ അസുഖങ്ങളും മാറുന്ന മരുന്ന് വരാറായി എന്ന് തോന്നുന്നതല്ലേ, വന്നിട്ടല്ലേ പോകാൻ പറ്റൂ. ഇതിൽ നീലക്കുയിൽ എന്ന നാടകത്തിൽ പി. ഭാസ്കരൻ മാഷ് സിനിമയിൽ ചെയ്യുന്ന വേഷമാണ് ഞാനിതിൽ ചെയ്യുന്നത്. പോസ്റ്റ്മാൻ ശങ്കരൻ നായർ, ഒരു സാധാരണക്കാരൻ, നാട്ടിൻപുറത്തുകാരൻ, സാധാരണക്കാരൻ. പക്ഷേ അദ്ദേഹത്തിനുള്ള പുരോഗമന ചിന്താഗതികളും അത് പ്രാവർത്തികമാക്കാനുള്ള ചങ്കൂറ്റവും ധൈര്യമുള്ള ഒരു കഥാപാത്രമാണത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. സാധാരണ ഒരു നാടകം ഒരു മാസം കൊണ്ടൊക്കെ നമ്മൾ സ്റ്റേജിൽ കയറുന്നു. പക്ഷേ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് മണിക്കൂർ കൂടുതൽ ഒരു സിനിമ നാടകമാക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 3-4 മാസത്തെ ശ്രമമാണ്. ഒരു വർക്ക് ഇതിൻ്റെ പുറകിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടെ ഒരു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ തന്നെയാണ്, രണ്ട് ബാലവാടി തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങി എത്തിയിരിക്കുകയാണ്. മാനൊന്നും വെള്ളിക്കില്ല, മയിലൊന്നും വെള്ളിക്കില്ല, മാനത്തെ മണി വിളക്കേ, നിന്ന് ഞാൻ മാനത്തെ മണി വിളക്കേ. മലയാളത്തിൻ്റെ വെള്ളിത്തിരയിൽ തിളങ്ങിയ മികച്ച സിനിമ നീലക്കുയിൽ 70 വർഷങ്ങൾക്ക് ശേഷം നാടകമായി വരികയാണ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ സിനിമയെ ഈ നാടകമായി മാറ്റുന്നത്. ഏറ്റവും കൂടുതൽ ആവശ്യം കൂടുതൽ പേര് ഇത് സ്വീകരിക്കുക എന്നതാണ്. ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. രോഹിണി, ഇത് ടിൻഡു പറഞ്ഞതുപോലെ ഒരു സിനിമ നാടകമാക്കാൻ വളരെ പ്രയാസമായിരിക്കും അല്ലേ? അത് സാധാരണ നാടകങ്ങൾ സിനിമയായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. അതെ അതെ. ഈ തിലകൻ അഭിനയിച്ച എത്രയോ നാടകങ്ങൾ സിനിമയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെയായിരിക്കും.